KCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വ്യാജ മദ്യലോബിക്ക് പുറമെ ജില്ലയിൽ പിടിമുറക്കി മയക്കുമരുന്ന് മാഫിയയും. ആദൂരിൽ വൻ കഞ്ചാവ് വേട്ട. MBA വിദ്യാർത്ഥിയടക്കമുള്ള പ്രതികളിൽ നിന്നും നാർക്കോട്ടിക് സെൽ പിടികൂടിയത് 6 കിലോ കഞ്ചാവ്. കനത്ത മഴയിൽ മണ്ണൊലിച്ച് റെയിൽവേ ട്രാക്കിൽ കുഴി രൂപപ്പെട്ടു. അപകടം ഒഴിവായത് തലനാരിഴയ്ക്ക്. ബേക്കൽ ഫോർട്ടിനും കാഞ്ഞങ്ങാടിനുമിടയിൽ ചിത്താരി റെയിൽവേ ട്രാക്കിലെ വൻ ദുരന്തം ഒഴിവാക്കിയത് ട്രാക്ക്മാന്റെ സമയോചിതമായ ഇടപെടൽ. കാലപ്പഴക്കത്താൽ അപകടാവസ്ഥയിലായ മഞ്ചേശ്വരം സബ് രജിസ്ട്രാർ ഓഫീസിന് പുതിയ കെട്ടിടം പണിയാൻ സംസ്ഥാന സർക്കാർ 78 ലക്ഷം അനുവദിച്ചു. ഫണ്ട് അനുവദിച്ചത് കാസർഗോഡ് വികസന പാക്കേജിൽ ഉൾപ്പെടുത്തി. കുമ്പടാജെ മുനിയൂരിലെ അംഗൻവാടി അധ്യാപിക ആയിഷയുടെ മരണത്തിലെ ദുരൂഹത നീക്കണമെന്ന് ആക്ഷൻ കമ്മിറ്റി. അന്വേഷണത്തിൽ പോലീസ് വീഴ്ച വരുത്തിയെന്ന് ആരോപണം. ശക്തമായ സമരങ്ങൾക്ക് തുടക്കമിടാനൊരുങ്ങി ആക്ഷൻ കമ്മിറ്റി. SDPI ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച പ്രതിഷേധ മാർച്ചിൽ മനുഷ്യാവകാശ പ്രവർത്തകൻ ഗ്രോവാസു. റിയാസ് മൗലവി വധം ആസൂത്രിതവും വേദനിപ്പിക്കുന്നതുമാണെന്ന് ഗ്രോവാസു. വിഷാദരോഗത്തിനെതിരെ ജാഗ്രത കൈക്കൊള്ളാൻ ആഹ്വാനം ചെയ്ത് ലോകാരോഗ്യ ദിനം ആചരിച്ചു. വിഷാദരോഗം ലോകത്തെ രണ്ടാമത്തെ ഗുരുതരമായ ആരോഗ്യ പ്രശ്നമായി മാറുമെന്നും സൂചന. ലോകത്തിനു മുന്നിൽ കബഡിയുടെ ഇന്ത്യൻ സൗന്ദര്യം പ്രകടമാക്കി തുളുനാട്ടിന്റെ കബഡി ഉത്സവത്തിന് കൊടിയിറങ്ങി. കലാശ പോരാട്ടത്തിൽ ONGC ഹരിയാന ജേതാക്കളായി. ഇന്ത്യൻ നേവി പൊരുതി തോറ്റു. കാണികളിൽ ആവേശം അണപൊട്ടിയൊഴുകി. വിശദമായ വാർത്തകളിലേക്ക്. വ്യാജ മദ്യലോബിക്ക് പുറമെ മയക്കുമരുന്ന് മാഫിയയും ജില്ലയിൽ പിടിമുറുക്കുന്നു. ആദൂരിൽ വാഹന പരിശോധനയിൽ 6 കിലോ കഞ്ചാവുമായി 2 പേരെ നാർക്കോട്ടിക് സെൽ സംഘം പിടികൂടി. ഡിവൈഎസ്പി സിനി ഡെനിസിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. ഇന്നലെ അർദ്ധരാത്രി ആദൂരിൽ നടത്തിയ വാഹന പരിശോധനയിലാണ് 6 കിലോ കഞ്ചാവുമായി 2 പേരെ നാർക്കോട്ടിക് സെൽ ഡിവൈഎസ്പി സിനി ഡെന്നിസിന്റെ നേതൃത്വത്തിലുള്ള സംഘം പിടികൂടിയത്. ചട്ടഞ്ചാൽ കൂളിക്കുന്നിലെ അഹമ്മദ് എന്ന ആമു, മംഗലാപുരത്തെ MBA വിദ്യാർത്ഥിയും കൊല്ലം സ്വദേശിയുമായ ഷിബിൻ എന്നിവരാണ് അറസ്റ്റിലായത്. 3 പേർ പോലീസിനെ വെട്ടിച്ച് രക്ഷപ്പെട്ടു. പ്രതികളിൽ നിന്നും 2 ആൾട്ടോ കാറുകളും കസ്റ്റഡിയിലെടുത്തു. ജില്ലയിൽ വ്യാജമദ്യ വിൽപ്പനക്കാർക്ക് പുറമെ കഞ്ചാവ് ലോബിയും പിടിമുറക്കുന്ന സാഹചര്യത്തിൽ കാസർഗോഡ് നഗരത്തിലും അതിർത്തി നഗരങ്ങളിലും കർശനമായ പരിശോധനകളാണ് നടക്കുന്നത്. വാടകയ്ക്കെടുത്ത കാറിൽ ഇടുക്കിയിൽ നിന്നാണ് കഞ്ചാവ് എത്തിച്ചത്. ആദൂർ CI സിബി തോമസ്, SI മാരായ KK പ്രശോഭ്, ഫിലിപ്പ്, ASC മാരായ നാരായണൻ, ബാലകൃഷ്ണൻ, അബൂബക്കർ കല്ലായി, സൈബർ സെല്ലിലെ ശ്രീജിത്ത്, അജേഷ് തുടങ്ങിയവരാണ് കഞ്ചാവ് പിടികൂടിയത്. ജില്ലയിൽ വ്യാജമദ്യം ക്രമാതീതമായി ഒഴുകാൻ തുടങ്ങിയതോടെ ഒന്നിനു പിറകെ ഒന്നായി കഞ്ചാവും ലഹരി ഗുളികകളും ജില്ലയിലെത്താൻ തുടങ്ങി. ജില്ലയുടെ അതിർത്തി പ്രദേശങ്ങളിൽ നിന്നും ദിവസേന നിരവധി കേസുകളാണ് എക്സൈസ് സംഘം രജിസ്റ്റർ ചെയ്യുന്നത്. ബിവറേജ് ഔട്ട്ലെറ്റുകളും ബാറുകളും പൂട്ടിയതോടെ ജില്ലയിൽ പല വീടുകളിലും പരസ്യമദ്യ വിൽപ്പന ആരംഭിച്ചതായും പരാതിയുണ്ട്. കനത്ത പരിശോധനയ്ക്കിടയിലും ജില്ലയിലേക്ക് കഞ്ചാവിൻ്റെയും വ്യാജമദ്യത്തിൻ്റെയും ഒഴുക്ക് വർദ്ധിച്ചതായാണ് വിവരം. മഞ്ചേശ്വരത്തെ ആഴ്ചകൾക്ക് മുൻപ് ലഹരി ഗുളികകളുമായി ഒരാളെ പിടികൂടിയതും കുമ്പളയിൽ കഞ്ചാവുമായി പിടികൂടിയതും ഏറെ ആശങ്കാജനകമാണ്. ഇത്തരത്തിൽ വ്യാജമദ്യ ലോബിക്ക് പുറമെ മയക്കുമരുന്ന് മാഫിയയും ജില്ലയിൽ പിടിമുറുക്കുന്ന സാഹചര്യത്തിൽ എക്സൈസ് വകുപ്പും കനത്ത ജാഗ്രതയിലാണ്. ന്യൂസ് ഡെസ്ക് KCN. കനത്ത മഴയിൽ മണ്ണൊലിച്ച് റെയിൽവേ ട്രാക്കിൽ കുഴി രൂപപ്പെട്ടു. അപകടം ഒഴിവായത് തലനാരിഴയ്ക്ക്. വൻ ദുരന്തത്തിന് ഇടയാക്കുമായിരുന്ന കുഴി രൂപപ്പെട്ടത് കാഞ്ഞങ്ങാടിനും ബേക്കൽ ഫോർട്ടിനും ഇടയിലുള്ള ചിത്താരിയിലെ റെയിൽവേ ട്രാക്കിൽ. ട്രാക്ക്മാന്റെ സമയോചിതമായ ഇടപെടലാണ് ദുരന്തം ഒഴിവാക്കിയത്. രാത്രിയിലുണ്ടായ കനത്ത മഴയിലാണ് റെയിൽവേ ട്രാക്കിൽ കുഴി രൂപപ്പെട്ടത്. കാഞ്ഞങ്ങാട് ബേക്കൽ ഫോർട്ട് സ്റ്റേഷനുകൾക്കിടയിൽ ചിത്താരി ആമത്തോടിലാണ് കുഴി രൂപപ്പെട്ടത്. ട്രാക്ക്മാന്റെ സംയോജിതമായ ഇടപെടൽ മൂലം രക്ഷപ്പെട്ടത് മലബാർ എക്സ്പ്രസ് ആണ്. ട്രെയിനെത്താൻ നിമിഷങ്ങൾ മാത്രം ശേഷിക്കെയാണ് കുഴി ട്രാക്ക്മാൻ വിജയുടെ ശ്രദ്ധയിൽപ്പെട്ടത്. കയ്യിലുണ്ടായിരുന്ന ഡിറ്റനേറ്റർ പൊട്ടിച്ച് പുകയുണ്ടാക്കിയാണ് അപകടമുണ്ടെന്ന സൂചന ട്രാക്ക്മാൻ ലോക്കോ പൈലറ്റിന് നൽകിയത്. ട്രാക്കിന് മുകളിലൂടെ മാവേലി എക്സ്പ്രസ് അടക്കം 3ഓളം ട്രെയിനുകൾ കടന്നുപോയിരുന്നു. കുഴി കണ്ടതോടെ മലബാർ എക്സ്പ്രസും കണ്ണൂർ പാസഞ്ചറുമടക്കം 3 ട്രെയിനുകൾ മണിക്കൂറുകളോളം പിടിച്ചിട്ടു. വിവരമറിഞ്ഞ് റെയിൽവേ ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. തുടർന്ന് നാട്ടുകാരുടെയും ജീവനക്കാരുടെയും സഹായത്തോടെ മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിൽ കുഴി നികത്തുകയായിരുന്നു. ന്യൂസ് ഡെസ്ക് KCN. കാലപ്പഴക്കത്താൽ അപകടാവസ്ഥയിലായ മഞ്ചേശ്വരം സബ് രജിസ്ട്രാർ ഓഫീസിന് പുതിയ കെട്ടിടം നിർമ്മിക്കാൻ പണം അനുവദിച്ചു. കാസർഗോഡ് പാക്കേജിൽ ഉൾപ്പെടുത്തി 78.44 ലക്ഷം രൂപയാണ് സർക്കാർ അനുവദിച്ചത്.
കാസർഗോഡ് പാക്കേജിൽ ഉൾപ്പെടുത്തി 78.44 ലക്ഷം രൂപയാണ് സർക്കാർ അനുവദിച്ചത്. 2016-17 സാമ്പത്തിക വർഷത്തിൽ നടപ്പാക്കുന്ന പദ്ധതിയിൽപ്പെടുത്തിയാണ് ഭരണാനുമതി നൽകിയത്. 142 വർഷം പഴക്കമുള്ള ഓഫീസ് കെട്ടിടം കാലപ്പഴക്കത്താൽ മേൽക്കൂര തകർന്ന് അപകടാവസ്ഥയിലായിരുന്നു. പ്രമാണങ്ങളും ഫയലുകളും നിറഞ്ഞ ഓഫീസിൽ മഴക്കാലത്ത് ചോർന്നൊലിച്ച് രേഖകളും മറ്റും വെള്ളത്തിൽ കുതിർന്ന അനുഭവവും ഉണ്ടായിട്ടുണ്ട്. കെട്ടിടം പുതുക്കിപ്പണിയണമെന്നാവശ്യപ്പെട്ട് വിവിധ സംഘടനകളും ജീവനക്കാരും പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു. ഏറെക്കാലത്തെ മുറവിളിക്ക് ശേഷമാണ് പുതിയ കെട്ടിടം പണിയാൻ പണം ലഭിച്ചിരിക്കുന്നത്. ഭരണാനുമതി ലഭിച്ചതിനാൽ വൈകാതെ നിർമ്മാണം തുടങ്ങാനാവുമെന്നാണ് പ്രതീക്ഷ. ഇതിന്റെ ഭാഗമെന്നോണമാണ് കെട്ടിട നിർമ്മാണത്തിന്റെ കാലാവധി നീട്ടിയതെന്നാണ് അധികാരികൾ പറയുന്നത്. ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. കുമ്പടാജെ മുനിയൂരിലെ അംഗൻവാടി അധ്യാപിക ആയിഷയുടെ മരണത്തിലെ ദുരൂഹതകൾ നീക്കണമെന്ന് ആക്ഷൻ കമ്മിറ്റി ആവശ്യപ്പെട്ടു. മരണം സംബന്ധിച്ച അന്വേഷണത്തിൽ പോലീസ് വീഴ്ച വരുത്തിയെന്നും മരിക്കുന്നതിന് മുൻപ് ആയിഷ മാനസികമായ പീഡനങ്ങൾക്ക് വിധേയമായിട്ടുണ്ടെന്നും ഭാരവാഹികൾ ആരോപിച്ചു. അന്വേഷണം തൃപ്തികരമല്ലെങ്കിൽ ശക്തമായ സമരങ്ങൾക്ക് തുടക്കമിടുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കഴിഞ്ഞ വർഷം നവംബർ 24-നാണ് കുമ്പടാജെ പഞ്ചായത്തിലെ മുനിയൂർ സ്വദേശി അംഗൻവാടി അധ്യാപിക ആയിഷയെ വിഷം മുള്ളിച്ചെന്ന നിലയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. എന്നാൽ പോലീസ് നടപടികൾ തൃപ്തികരമല്ലെന്നാണ് ആരോപണം. ആയിഷയെ മരണപ്പെടുന്നതിനു മുൻപ് ഫോണിൽ ബന്ധപ്പെട്ടവരെക്കുറിച്ച് അന്വേഷിക്കുന്നതിൽ പോലീസ് നിസ്സംഗത പാലിച്ചുവെന്നും പരാതിയുണ്ട്. മരണത്തിലെ ദുരൂഹത നീക്കണമെന്നാവശ്യപ്പെട്ട് പ്രദേശത്തെ ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ച് ശക്തമായ സമരങ്ങൾക്ക് തുടക്കമിടാനാണ് നാട്ടുകാരുടെ തീരുമാനം. മരണപ്പെടുന്നതിനു മുൻപ് ആയിഷയ്ക്ക് മാനസികമായ പീഡനങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ടെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മരണവുമായി ബന്ധപ്പെട്ട ദുരൂഹത നീക്കണമെന്നാവശ്യപ്പെട്ട് ആഭ്യന്തരമന്ത്രിക്കും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കും പരാതികൾ നൽകിയെങ്കിലും നടപടിയുണ്ടായിട്ടില്ലെന്നും ആക്ഷൻ കമ്മിറ്റി ആരോപിക്കുന്നു. ആഭ്യന്തരമന്ത്രിക്കും അതുപോലെ തന്നെ DGPക്കും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കും ഇതിനു മുമ്പ് തന്നെ നിവേദനം നൽകിയിട്ടുണ്ട്. ഇതുവരെ ഒരു നടപടിയും പോലീസ് അന്വേഷണ ടീമിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല എന്നതാണ് വാസ്തവം. അപ്പം അതുകൊണ്ട് ഇനി മുമ്പോട്ടുള്ള പരിപാടി ശക്തമായ സമര പരിപാടികളുമായി ഈ വിഷയത്തിൽ, അതായത് ഒരു പാവപ്പെട്ട ഒരു കുടുംബമാണ്, ഒരു എൻഡോസൾഫാൻ ബാധിതരായ ഫാമിലി. വാർത്താസമ്മേളനത്തിൽ സമരസമിതി ചെയർമാൻ അബ്ദുൾ റഹ്മാൻ കുമ്പടാജെ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് K ആനന്ദ, S മുഹമ്മദ്, BT അബ്ദുള്ള കുഞ്ഞി, അഷറഫ് മുക്കൂർ, അബ്ബാസ് ബദിയടുക്ക, BA ഹനീഫ് തുടങ്ങിയവർ സംബന്ധിച്ചു. റിയാസ് മൗലവിയുടെ മരണം ആസൂത്രണം ചെയ്യപ്പെട്ട കൊലപാതകമാണെന്ന സംശയം ഉയർന്നിട്ടുണ്ടെന്നും നാട്ടിലെ ചിന്തിക്കുന്ന മനുഷ്യരെ വേദനിപ്പിക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നതെന്നും മനുഷ്യാവകാശ പ്രവർത്തകനും SDTU സംസ്ഥാന പ്രസിഡന്റുമായ ഗ്രോവാസു SDPI ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. റിയാസ് മൗലവി കൊലക്കേസിലെ ഗൂഢാലോചനയെക്കുറിച്ച് സമഗ്രമായി അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടാണ് SDPI ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ SP ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചത്. റിയാസിന്റെ മരണം ആസൂത്രിതമായ കൊലപാതകമാണെന്ന സംശയം ഉയർന്നിട്ടുണ്ടെന്നും നാട്ടിലെ ചിന്തിക്കുന്ന ജനങ്ങളെ വേദനിപ്പിക്കും വിധമാണ് കാര്യങ്ങൾ പോകുന്നതെന്നും മാർച്ച് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പ്രമുഖ മനുഷ്യാവകാശ പ്രവർത്തകനും SDTU സംസ്ഥാന പ്രസിഡന്റുമായ ഗ്രോവാസു ആരോപിച്ചു. പ്രിയപ്പെട്ട ഒരു സഹോദരൻ മരിച്ചിരിക്കുകയാണ്. നമ്മുടെ പ്രദേശത്തിൻ്റെ മകനാണ് അദ്ദേഹം. അദ്ദേഹം ഒരു മുസ്ലിമാണോ ഹിന്ദു ആണോ എന്ന് ഞാൻ നോക്കുന്നില്ല. അദ്ദേഹത്തിന് മാതാപിതാക്കളുണ്ട്, അദ്ദേഹത്തിന് ഭാര്യയുണ്ട്, കുഞ്ഞുങ്ങളുണ്ട്, അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ധാരാളം മനുഷ്യരുണ്ട്. അദ്ദേഹം ഒരു ഇമാമാണ്. റിയാസ് മൗലവി ഒരു ഇമാമാണ്, പ്രാർത്ഥനയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന ഒരാളാണ്. അത്തരം ഒരു മനുഷ്യൻ വധിക്കപ്പെട്ടിരിക്കുന്നു. തീർച്ചയായും അതൊരു ക്രൂരമായിട്ടുള്ള കൊലപാതകമാണ്. വളരെ ഗൂഢാലോചനപരമായി ആസൂത്രണം ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു കൊലപാതകമാണ്. ഗവൺമെന്റ് കോളേജ് പരിസരത്തു നിന്നും ആരംഭിച്ച മാർച്ചിൽ AU അബ്ദുൾ സലാം അധ്യക്ഷത വഹിച്ചു. AK അബ്ദുൾ മജീദ്, NA അബ്ദുൾ സലാം, മുഹമ്മദ് പാക്യാര, ഖാദർ അറഫ, അബ്ദുള്ള ഏരിയാൽ, അബ്ദുൽ ഹമീദ് ഹൊസങ്കടി, ഷരീഫ് പടന്ന തുടങ്ങിയവർ നേതൃത്വം നൽകി. മൗലവി വധക്കേസ് അന്വേഷണത്തിന് പുതിയ പോലീസ് ടീമിനെ നിയമിക്കണമെന്നും SDPI ആവശ്യപ്പെട്ടു.
കൗമാരക്കാരെയടക്കം പിടികൂടുന്ന വിഷാദ രോഗത്തിനെതിരെ ജാഗ്രത കൈക്കൊള്ളാൻ ആഹ്വാനം ചെയ്ത് ലോകാരോഗ്യ ദിനം ആചരിച്ചു. വിഷാദ രോഗത്തിനായുള്ള ചികിത്സയിലും മരുന്നിന്റെ ഉപയോഗത്തിലും സ്ത്രീകളുടെ എണ്ണം കൂടുന്നുവെന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നു. അടുത്ത ഏതാനും വർഷങ്ങൾക്കുള്ളിൽ വിഷാദരോഗം ലോകത്തെ രണ്ടാമത്തെ ഗുരുതരമായ ആരോഗ്യ പ്രശ്നമായി മാറുമെന്നും സൂചന. ഏപ്രിൽ 7 ലോക ആരോഗ്യ ദിനം. ഒരവയവമല്ലെങ്കിലും മനുഷ്യൻ പ്രാധാന്യം നൽകുന്നത് മനസ്സിനാണ്. ആരോഗ്യമുള്ള മനസ്സ് ആരോഗ്യമുള്ള വ്യക്തിയെ സൃഷ്ടിക്കുന്നു. ആരോഗ്യമുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ അതുപോലൊരു സമൂഹത്തെ സൃഷ്ടിക്കാനാകൂ. ഈ വർഷത്തെ ലോകാരോഗ്യ സംഘടനയുടെ സന്ദേശം തന്നെ വരൂ വിഷാദത്തെക്കുറിച്ച് സംസാരിക്കാമെന്നതാണ്. കണക്കുകൾ പ്രകാരം ലോകത്ത് ഏകദേശം 35 കോടി ആളുകൾ വിഷാദരോഗത്താൽ ബുദ്ധിമുട്ടുന്നു എന്നാണ് റിപ്പോർട്ട്. ഇന്ത്യയിൽ 20-ൽ 1 സ്ത്രീ വീതം വിഷാദരോഗത്തിന് അടിമയെന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. മുൻപ് ആസ്വാദികരമായത് ആസ്വദിക്കാനാകാതെ വരിക, ശ്രദ്ധക്കുറവ്, ഉറക്കമില്ലായ്മ എന്നിവയൊക്കെ വിഷാദരോഗത്തിന്റെ ലക്ഷണങ്ങളാണ്. ഏതാനും വർഷത്തിനുള്ളിൽ വിഷാദരോഗം ലോകത്തിലെ രണ്ടാമത്തെ ഗുരുതരമായ ആരോഗ്യ പ്രശ്നമായി മാറുമെന്നാണ് കണക്ക്. പ്രൈമറി വിദ്യാർത്ഥികളുടെ അമിത ടെൻഷനും വിഷാദരോഗത്തിന് കാരണമാകാൻ സാധ്യത കൂടുതലാണ്. കൊച്ചുകുട്ടികളിൽ പഠനത്തിന്റെ പേരിൽ അമിതഭാരമുണ്ടാക്കുന്ന അവസ്ഥാവിശേഷത്തിനും ഈ അവസരത്തിൽ മാറ്റമുണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ന്യൂസ് ഡെസ്ക് KCN. ലോകത്തിനു മുന്നിൽ കബഡിയുടെ ഇന്ത്യൻ സൗന്ദര്യം പ്രകടമാക്കിയ തുളുനാട്ടിന്റെ കബഡി ഉത്സവത്തിന് കൊടിയിറങ്ങി. അത്യന്തം വാശിയേറിയ കലാശപ്പോരാട്ടത്തിൽ ONGC ഹരിയാന ജേതാക്കളായി. ആയിരങ്ങൾ വീക്ഷിച്ച കബഡി മമാകത്തിന്റെ കലാശപ്പോരാട്ടത്തിൽ ആവേശം അണപൊട്ടിയൊഴുകി. തുളുനാട് കബഡി അക്കാദമി സംഘടിപ്പിച്ച അഖിലേന്ത്യാ എ ഗ്രേഡ് ടൂർണമെന്റിന്റെ കലാശപ്പോരാട്ടത്തിൽ ഒടുവിൽ ONGC ജേതാക്കളായി. അത്യന്തം വാശിയേറിയ ഫൈനൽ മത്സരത്തിൽ ഇന്ത്യൻ നേവിയും ONGC ഹരിയാനയുമായിരുന്നു ഏറ്റുമുട്ടിയത്. ഇന്ത്യയുടെ പ്രഗത്ഭരായ കളിക്കാരെ ഇരുപക്ഷത്തും അണിനിരത്തിയായിരുന്നു മത്സരം. ഒടുവിൽ ആരവങ്ങൾക്കും ആവേശത്തിനും വിരാമമിട്ട് ONGC കബഡി ടൂർണമെന്റിൽ ചാമ്പ്യന്മാരായി. പൊരുതിത്തോറ്റാണ് ഇന്ത്യൻ നേവി കളിക്കളം വിട്ടത്. സ്കോർ 28-27. ഏപ്രിൽ 2 ആരംഭിച്ച കബഡി ടൂർണമെന്റ് ദേശീയ തലത്തിലും ഏറെ ശ്രദ്ധേയമായി. 5 ദിനരാത്രങ്ങളിൽ തുളുനാട്ടിൻ്റെ മണ്ണിൽ വീറും വാശിയും വിരിഞ്ഞു. സംഘാടക മികവ് കൊണ്ട് ഏറെ ശ്രദ്ധേയമായ ടൂർണമെന്റ് കാണാൻ ദിനംപ്രതി ആയിരങ്ങളാണ് മുള്ളേരിയ പൂവടക്കയിൽ എത്തിച്ചേർന്നത്. അസ്വാരസ്യങ്ങൾ ഒന്നും തന്നെയില്ലാതെയാണ് കബഡി ടൂർണമെന്റിന് സമാപനമായത്. ജേതാക്കൾക്ക് 2 ലക്ഷം രൂപയും ട്രോഫിയും ജില്ലാ കളക്ടർ ജീവൻ ബാബു സമ്മാനിച്ചു. കാറടുക്ക ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഓമന രാമചന്ദ്രൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. നിരവധി പ്രമുഖ കളിക്കാരെ ചടങ്ങിൽ ആദരിച്ചു. ഒടുവിൽ ചരിത്രത്തിൽ മറക്കാനാവാത്ത ഓർമ്മകൾ നൽകി ടൂർണമെന്റിന് സമാപനമായി. ന്യൂസ് ഡെസ്ക് KCN. ചെമ്മനാട് ഗ്രാമപഞ്ചായത്തിലെ ചാത്തങ്കൈ മാണിയിൽ സ്ഥാപിച്ച ഹോളിഡേ ഇൻ പഞ്ചനക്ഷത്ര ഹോട്ടൽ ഗ്രൂപ്പിന്റെ ഭൂമി കയ്യേറ്റവും നാടിന് സൃഷ്ടിക്കുന്ന ദുരിതങ്ങൾക്കെതിരെയും ആക്ഷൻ കമ്മിറ്റി രംഗത്ത്. തങ്ങളുടെ ആവശ്യങ്ങൾ പരിഗണിച്ചില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്ന് ആക്ഷൻ കമ്മിറ്റി നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കാസർഗോഡ് താലൂക്കിൽ ചെമ്മനാട് ഗ്രാമപഞ്ചായത്തിലെ ചാത്തങ്കൈ മാണിയിൽ സ്ഥാപിച്ച ഹോളിഡേ ഇൻ പഞ്ചനക്ഷത്ര ഹോട്ടൽ ഗ്രൂപ്പിന്റെ പുറമ്പോക്ക് ഭൂമി കയ്യേറ്റവും നാടിന് സൃഷ്ടിക്കുന്ന ദുരിതങ്ങളെയും സംബന്ധിച്ചുള്ള പരാതി മന്ത്രിമാർക്കും സർക്കാരിനും നൽകിയിട്ടും യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല എന്നാണ് ആക്ഷൻ കമ്മിറ്റി ആരോപിക്കുന്നത്. ഹോട്ടൽ ഉടമ നശിപ്പിച്ച കണ്ടൽക്കാടുകൾ, നീരുറവകൾ, തോടുകൾ എന്നിവ പൂർവ്വസ്ഥിതിയിലാക്കുക, പരിസരവാസികളായ കുടുംബങ്ങൾക്ക് സൃഷ്ടിക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് കടുത്ത സമരപ്രക്ഷോഭ പരിപാടികൾ നടത്തുമെന്നും ഇതിന്റെ ആദ്യപടിയായി ബഹുജനങ്ങളെ അണിനിരത്തി മെയ് മാസത്തിൽ BRDCയുടെ പാലക്കുന്നിലെ ഓഫീസ് ഉപരോധിക്കുമെന്നും ഇതേ ആവശ്യമുന്നയിച്ച് ബഹുജന കൺവെൻഷൻ ചേരുമെന്നും ആക്ഷൻ കമ്മിറ്റി നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. BRDC പദ്ധതി കൊണ്ടുവരുമ്പോൾ ഞങ്ങൾ നാട്ടുകാരോട് പറഞ്ഞതെന്ന് വെച്ചാൽ സ്കൂള്, വെള്ളം, അതുപോലെ ഇലക്ട്രിക്, റോഡ് ഇതെല്ലാം നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞിട്ടാണ് നമ്മളെ നാട്ടിൽ ഈ സ്ഥലം കംപ്ലീറ്റ് എക്കോർ ചെയ്യുന്നത്. അങ്ങനെ സ്ഥലം എക്കോർ ചെയ്ത് 1995 തുടങ്ങി, 95 തുടങ്ങി, 97-98 ആകുമ്പോഴേക്ക് മതിൽ കെട്ടി ഇവർ വലിയ ഏകദേശം 7-7.5 ഫീറ്റ് ഹൈറ്റിലാണ് ഇവർ മതിൽ കെട്ടിയത്. മതിൽ കെട്ടി ഇവർ അതിനകത്ത് കുറച്ച് പ്രവർത്തിയൊക്കെ തുടങ്ങി. പിന്നീട് ഏകദേശം എനിക്ക് തോന്നുന്നത് 2000 കൂടി അവർ നിർത്തി പരിപാടി. 2000 തുടങ്ങിയപ്പോൾ 2017 വരെ ഒരു പ്രവൃത്തി ഇപ്പം അതിനകത്ത് നടക്കുന്നില്ല. ഈ BRDC കൊടുത്ത ഈ ഹോളിഡേന് ഈ പരിപാടിന് മുമ്പിലോട്ട് കൊണ്ടുപോകില്ല. അതുകൊണ്ട് അത് ഉപേക്ഷിക്കുക. ഗവൺമെൻറ് ആ സ്ഥലം തിരിച്ചെടുത്തിട്ട് ഗവൺമെൻറ്റിന് ഞങ്ങൾക്ക് ആസ്പത്രിയോ അല്ലെങ്കിൽ എന്തെങ്കിലും കോളേജോ അല്ലെങ്കിൽ എന്തെങ്കിലും ബയോളജിക്കൽ പാർക്കോ ഇങ്ങനത്തെ എന്തെങ്കിലും ഒന്ന് ചെയ്യാമെന്നല്ലാണ്ട് അവിടെ ഇത് എത്രയും പെട്ടെന്ന് ഗവൺമെൻറ് ഉപേക്ഷിക്കണം. അല്ലാത്ത പക്ഷം ഞങ്ങൾ അടുത്ത മാസം മുതൽ നല്ല രീതിയിൽ ഒരു സമര പരിപാടികളായിട്ട് മുമ്പിലോട്ട് പോകാനാണ് ഞങ്ങളുടെ പരിപാടിയുള്ളത്. വാർത്താസമ്മേളനത്തിൽ ഹമീദ് ചാത്തങ്കൈ, അഷ്റഫ് കുന്നരിയത്ത്, അഷ്റഫ് കാടാങ്കോട്, ഹസൻകുട്ടി M, അബ്ബാസ് അലി തുടങ്ങിയവർ സംബന്ധിച്ചു.
വ്യാഴാഴ്ച അന്തരിച്ച INTUC നേതാവ് KS മണിയുടെ അനുസ്മരണ യോഗം സംഘടിപ്പിച്ചു. ചൂരിയിൽ നടന്ന യോഗം മുൻ മന്ത്രി CT അഹമ്മദ് അലി ഉദ്ഘാടനം ചെയ്തു. INTUC നേതാവും കോൺഗ്രസ് നേതാവുമായിരുന്ന KS മണിയുടെ അനുസ്മരണ യോഗം സംഘടിപ്പിച്ചു. ചൂരിയിൽ വെച്ച് നടന്ന അനുസ്മരണ യോഗം മുൻ മന്ത്രി CT അഹമ്മദ് അലി ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ K ഖാലിദ് അധ്യക്ഷത വഹിച്ചു. PA അഷ്റഫ് അലി, ബാലകൃഷ്ണ വർക്കുട്ലു, കരിവെള്ളൂർ വിജയൻ, അഡ്വക്കേറ്റ് K വിനോദ് കുമാർ, R ഗംഗാധരൻ, ഹാരിസ് ചൂരി, A രവീന്ദ്രൻ, രാധാകൃഷ്ണൻ സുർലു തുടങ്ങിയവർ സംബന്ധിച്ചു. വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളെ പ്രിയമുള്ള നമുക്ക് ഇന്ന് ദുഃഖാന്തരമായ അന്തരീക്ഷത്തിലാണ് കഴിയുന്നത്. നമ്മുടെയൊക്കെ പ്രിയങ്കരനായിരുന്ന KS മണി നമ്മൾ ഇന്ന് വിട്ടുപിരിഞ്ഞിരിക്കുകയാണ്. ഇന്നലെ അദ്ദേഹത്തിൻ്റെ അകാല നിര്യാണത്തിലുള്ള മധൂരിലെ മുഴുവൻ പാർട്ടി പ്രതികളെയും ജനങ്ങളുടെയും അനുശോചനമാണ് ഇവിടെ നടക്കുന്നത്. കാണുന്നവരെ കണ്ണീരണിയിച്ച് തോമസ് ജോബിയും ജെയിംസ് ജോബിയും ചീമേനിയിൽ നടന്ന എൻഡോസൾഫാൻ പ്രത്യേക മെഡിക്കൽ ക്യാമ്പിലെത്തിയതായിരുന്നു ഈ സഹോദരങ്ങൾ. വർഷങ്ങളായി ഇവർ ഒരേ കിടപ്പിലാണ്. ചീമേനി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻഡോസൾഫാൻ പ്രത്യേക മെഡിക്കൽ ക്യാമ്പിലെത്തിയ എൻഡോസൾഫാൻ ദുരിതബാധിതരെ കണ്ടാൽ ആരുടെയും കണ്ണു നിറയും. അക്കൂട്ടത്തിലെ 2 സഹോദരങ്ങളാണ് പരപ്പയിൽ നിന്നെത്തിയ തോമസ് ജോബിയും ജെയിംസ് ജോബിയും. യഥാക്രമം 7ഉം 19ഉം വയസ്സുള്ള ഇവർ ലോറി ഡ്രൈവർ ജോബിയുടെയും റാണിയുടെയും മക്കളാണ്. രാജപുരത്ത് ജനിച്ചു വളർന്നവരാണിവർ. എന്നാൽ ഈ കുടുംബം താമസിക്കുന്നത് കിനാനൂർ പഞ്ചായത്തിലെ പരപ്പയിലാണ്. വർഷങ്ങളായി ഈ സഹോദരങ്ങൾ പരപ്പയിലെ വീട്ടിൽ 2 മുറികളിലായി ഒന്ന് എഴുന്നേൽക്കാൻ പോലും കഴിയാതെ കിടക്കുകയാണ്. 8 വയസ്സുവരെ വീട്ടുമുറ്റത്ത് ഓടിക്കളിച്ചവരായിരുന്നു ഇവർ. പെട്ടെന്നായിരുന്നു മാരകരോഗം ഇവരെ കീഴടക്കിയത്. കാലുകൾ ശോഷിച്ചു, നെഞ്ചെല്ലുകൾ പുറംതള്ളി, ഒരേ കിടപ്പ്. മാതാപിതാക്കളെ മാത്രമല്ല കാണുന്നവരെ പോലും കണ്ണീരണിയിക്കുന്ന കാഴ്ച. 2 മക്കൾ, മൂത്തയാൾ ജെയിംസ് 10 വയസ്സായി, ഇളയാൾ തോമസ് 17 വയസ്സായി. 8 വയസ്സ് വരെ 2 പേരും നടന്നിരുന്നു. അതിനുശേഷം ഇങ്ങനെയായത്. ആനുകൂല്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് ഉമ്മൻചാണ്ടിയുടെ ഇതിൽ കുറച്ച് കിട്ടിയായിരുന്നു. ഇവിടെ ചീമേനി തന്നെ ക്യാമ്പിൽ പങ്കെടുത്തായിരുന്നു. അന്ന് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടില്ല. ചികിത്സകൾ മുറയ്ക്ക് നടക്കുന്നുണ്ടെങ്കിലും യാതൊരു മാറ്റവും ഇന്നേ വരെയില്ല. കിടപ്പിലായ ഈ കുട്ടികളെ ശുശ്രൂഷിക്കാൻ മാതാവ് റാണി സദാസമയവും കൂടെ ഉണ്ടാകേണ്ടതുണ്ട്. മറ്റു ജോലികൾക്ക് പോകാൻ കഴിയുന്നില്ല. എല്ലാം കൊണ്ടും ദുരിതമനുഭവിക്കുകയാണ് ഈ കുടുംബം. കഴിഞ്ഞ തവണ നടന്ന ക്യാമ്പിൽ പങ്കെടുത്തിരുന്നുവെങ്കിലും ലിസ്റ്റിൽ ഉൾപ്പെട്ടിരുന്നില്ല. അതുകൊണ്ടാണ് കുട്ടികളെയും കൊണ്ട് മാതാപിതാക്കൾ വീണ്ടും ക്യാമ്പിലെത്തിയത്. ഇത്തവണ ലിസ്റ്റിൽ ഉൾപ്പെടുമെന്ന പ്രത്യാശയിലുമാണ് ഈ കുടുംബം. വിദ്യാർത്ഥികൾക്ക് സൈക്കിൾ വിതരണം ചെയ്ത് മഞ്ചേശ്വരം ഗ്രാമപഞ്ചായത്ത്. സൈക്കിൾ വിതരണോദ്ഘാടനം മഞ്ചേശ്വരം പഞ്ചായത്ത് പ്രസിഡന്റ് അബ്ദുൾ അസീസ് ഹാജി നിർവഹിച്ചു. മഞ്ചേശ്വരം ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിലാണ് വിദ്യാർത്ഥികൾക്ക് സൈക്കിൾ വിതരണം ചെയ്തത്. മഞ്ചേശ്വരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അബ്ദുൾ അസീസ് ഹാജി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. SC/ST കുടുംബത്തിൽപ്പെട്ട 36 കുട്ടികൾക്കാണ് ഈ സൈക്കിൾ വിതരണം ചെയ്യുന്നത്. ഇത് മാർച്ചിന് മുമ്പേ ചെയ്യേണ്ടതായിരുന്നു. ചില സാങ്കേതിക കാരണങ്ങളാൽ ചെയ്യാൻ പറ്റിയില്ല. അതിൻ്റെ ബില്ലന്ന് പാസ്സായിരുന്നു സൈക്കിളുമായിട്ട്. അതുകൊണ്ട് ഇന്നലെയാണ് വിതരണം ചെയ്യേണ്ടത്. ഇന്നലെ ഒരു സമരക്കാരണം ചെയ്യാനാണ് ഇന്നാണ്. GHSS ഉദ്യാവാര, GHSS ബംഗ്രമഞ്ചേശ്വരം, GHSS കുഞ്ചത്തൂർ എന്നീ സ്കൂളിലെ വിദ്യാർത്ഥികൾക്കായാണ് സൈക്കിൾ വിതരണം നടത്തിയത്. പരിപാടിയിൽ മൂസ, ഷംസീന, അസിസ്റ്റന്റ് സെക്രട്ടറി ജോയി, ലവീന തുടങ്ങിയവർ സംബന്ധിച്ചു. കുണ്ടംകുഴി ശ്രീ പഞ്ചലിംഗേശ്വര ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറേ ഗോപുര സമർപ്പണം ഏപ്രിൽ 9 ഞായറാഴ്ച ക്ഷേത്രതന്ത്രികളുടെ കാർമ്മികത്വത്തിൽ നടക്കും. ക്ഷേത്രഭാരവാഹികൾ വാർത്താസമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. കുണ്ടംകുഴി ശ്രീ പഞ്ചലിംഗേശ്വര ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറേ ഗോപുരം സമർപ്പണം ഏപ്രിൽ 9 ഞായറാഴ്ച രാവിലെ ക്ഷേത്രം തന്ത്രിമാരായ IK പത്മനാഭൻ വാഴുന്നോർ, IK കൃഷ്ണദാസ് വാഴുന്നോർ എന്നിവരുടെ കാർമ്മികത്വത്തിൽ നടക്കും. കോടോത്ത് കുഞ്ഞികൃഷ്ണൻ നായരുടെ അധ്യക്ഷതയിൽ നടക്കുന്ന ചടങ്ങിൽ പെരിഗമന ശ്രീധരൻ നമ്പൂതിരി, കാണിപ്പയൂർ കുട്ടൻ നമ്പൂതിരി തുടങ്ങിയവർ അനുഗ്രഹ പ്രഭാഷണം നടത്തും. ക്ഷേത്ര ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. അത് കേരളത്തിലെ ഏറ്റവും പ്രശസ്തരായിരിക്കുന്ന കാണിപ്പയ്യൂരിൻ്റെ ശില്പ ചാതുരിയിൽ വിദഗ്ധ ശില്പികൾ രൂപം കൊടുത്ത് അത് നിർമ്മാണം പൂർത്തിയാക്കി ദേവന് സമർപ്പിക്കുന്ന ഒരു ദൗത്യം ഈ തറവാട്ടുകാരുടെ പിന്മുറക്കാർ വീണ്ടും പൂർത്തീകരിച്ചിരിക്കുകയാണ്. ഏകദേശം 25 ലക്ഷത്തിൽ കൂടുതൽ രൂപ ചെലവാക്കിക്കൊണ്ട്
ക്ഷേത്രത്തിന് ഇതിൻ്റെ ഈ ഒരു തറവാട്ടിൽപ്പെട്ട അംഗങ്ങളും അവരുടെ മക്കളായ ആൾക്കാരും കൂടി ഉണ്ടാക്കിയ ധനശേഖരണത്തോടു കൂടിയാണ് ഇതിൻ്റെ പൂർത്തീകരണം നടത്തിയത്. അതിനുവേണ്ടി അതായത് മറ്റന്നാൾ 9-ാം തീയതി അതിൻ്റെ സമർപ്പണ ദിവസമാണ്. ക്ഷേത്ര തന്ത്രികളുടെയും പ്രമുഖ വ്യക്തികളുടെയും ഭക്തജനങ്ങളുടെയുള്ള കൂട്ടായ ഒരു പ്രാർത്ഥനയുടെ പശ്ചാത്തലത്തിൽ അത് ഞങ്ങളിപ്പോൾ സമർപ്പിക്കാൻ പോവുകയാണ്. വാർത്താസമ്മേളനത്തിൽ കോടോത്ത് വേണുഗോപാലൻ നായർ, ജനാർദ്ദനൻ നായർ, അശോക് നായർ തുടങ്ങിയവർ സംബന്ധിച്ചു. നൂറ്റാണ്ടിന്റെ പഴക്കമുള്ള UBMC ALP സ്കൂളിൽ 2 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കും. ഇതിന്റെ ഭാഗമായി സ്കൂളിൽ വികസന സെമിനാർ സംഘടിപ്പിച്ചു. സാമൂഹിക, അക്കാദമിക, ഭൗതിക മേഖലകളിൽ 2030-നകം വിവിധ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാനാണ് തീരുമാനം. കാഞ്ഞങ്ങാട്ടെ ആദ്യകാല സ്കൂളുകളിലൊന്നായ ഹൊസ്തുഗ് UBMC LP സ്കൂളിന്റെ വികസനത്തിനായി 2 കോടി രൂപയുടെ പ്രവർത്തനങ്ങളാണ് ആസൂത്രണം ചെയ്തിട്ടുള്ളത്. നഗരസഭാ ചെയർമാൻ VV രമേശൻ വികസന സെമിനാർ ഉദ്ഘാടനം ചെയ്തു. കുട്ടികൾക്ക് കുടിവെള്ളം, അതുപോലെ തന്നെ ടോയ്ലറ്റ്, അതുപോലെ സ്കൂളിന്റെ മേൽക്കൂര, സ്കൂളിന്റെ ചുമരുകൾ, കുട്ടികളുടെ കളിക്കളം, സ്കൂളിനോടനുബന്ധിച്ചുള്ള പച്ചക്കറി തോട്ടം, ജൈവ പച്ചക്കറി, കുട്ടികളെ കൃഷിയുമായി ബന്ധപ്പെട്ട് കുട്ടികളുടെ രക്ഷിതാക്കൾ വന്നാൽ അവർക്ക് യോഗം ചേരാനുള്ള കോൺഫറൻസ് ഹാൾ, അങ്ങനെ തുടങ്ങി ഭൗതിക സാഹചര്യം ഒരു ഭാഗത്ത്. ഗോപി കോട്ടച്ചേരി അധ്യക്ഷനായി. വികസന രേഖയുടെ പ്രകാശനം വികസന സമിതി ചെയർമാൻ മഹമ്മൂദ് മറിയനാവി നിർവഹിച്ചു. വത്സൻ പിലിക്കോട് മുഖ്യപ്രഭാഷണം നടത്തി. നഗരസഭാ കൗൺസിലർമാരായ റംഷീദ് ആറങ്ങാടി, സന്തോഷ്, ഹെഡ്മിസ്റ്റർ MK സോമപ്രഭ, മാനേജർ ഉദയരാജ് കൗൺസ് എന്നിവർ സംസാരിച്ചു. സംസ്ഥാന ഇന്റർ വോളി ചാമ്പ്യൻഷിപ്പിന് ചീമേനിയിൽ ആരവമുയരാൻ ഇനി ദിവസങ്ങൾ മാത്രം. ചീമേനി രക്തസാക്ഷി ക്ലബിന്റെ ആതിഥേയത്വത്തിൽ ഏപ്രിൽ 9 മുതൽ 16 വരെയാണ് ചാമ്പ്യൻഷിപ്പ്. മത്സരത്തിന്റെ ഭാഗമായുള്ള വിളംബര ഘോഷയാത്ര സംഘടിപ്പിച്ചു. ആവേശം പകരുന്ന വോളിബോൾ പോരാട്ടത്തിന് ഇനി വിരലിലെണ്ണാവുന്ന ദിവസങ്ങൾ എന്ന ഓർമ്മപ്പെടുത്തലോടെയാണ് ചീമേനി ടൗണിൽ വിളംബര ഘോഷയാത്ര നടത്തിയത്. സ്റ്റേറ്റ് ഇന്റർ ക്ലബ്ബ് വോളി 2017 വിളംബര ഘോഷയാത്ര എന്ന ബാനറിന്റെ പുറകിൽ കായിക പ്രേമികൾ അണിനിരന്നു. സംസ്ഥാന വോളിബോൾ അസോസിയേഷൻ, ജില്ലാ വോളിബോൾ അസോസിയേഷൻ എന്നിവയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന സംസ്ഥാന ഇന്റർ ക്ലബ്ബ് വോളിബോൾ ചാമ്പ്യൻഷിപ്പിന് ആതിഥ്യമരുളുന്നത് ചീമേനിയിലെ രക്തസാക്ഷി ക്ലബ്ബാണ്. ചീമേനിയിൽ പ്രത്യേകം തയ്യാറാക്കിയ സ്റ്റേഡിയത്തിൽ ഏപ്രിൽ 9 മുതൽ 16 വരെയാണ് ചാമ്പ്യൻഷിപ്പ് മത്സരങ്ങൾ. BPCL കൊച്ചി, ഇന്ത്യൻ നേവി, KSEB തിരുവനന്തപുരം, കേരള പോലീസ്, കസ്റ്റംസ് കൊച്ചി, MEG തിരുവനന്തപുരം, കേരള പോസ്റ്റൽ, ഇന്ത്യൻ ആർമി എന്നിവയെ പ്രതിനിധീകരിച്ച് പുരുഷ ടീമുകളും KSEB തിരുവനന്തപുരം, കേരള പോലീസ്, അസംഷൻ ചങ്ങനാശ്ശേരി, സെന്റ് ജോസഫ് ഇരിങ്ങാലക്കുട എന്നീ വനിതാ ടീമുകളും കളിക്കളത്തിലിറങ്ങും. പ്രധാന വാർത്തകൾ വീണ്ടും. വ്യാജ മദ്യലോബിക്ക് പുറമെ ജില്ലയിൽ പിടിമുറുക്കി മയക്കുമരുന്ന് മാഫിയയും. ആദൂരിൽ വൻ കഞ്ചാവ് വേട്ട. MBA വിദ്യാർത്ഥിയടക്കമുള്ള പ്രതികളിൽ നിന്നും നാർക്കോട്ടിക് സെൽ പിടികൂടിയത് 6 കിലോ കഞ്ചാവ്. കനത്ത മഴയിൽ മണ്ണൊലിച്ച് റെയിൽവേ ട്രാക്കിൽ കുഴി രൂപപ്പെട്ടു. അപകടം ഒഴിവായത് തലനാരിഴയ്ക്ക്. ബേക്കൽ ഫോർട്ടിനും കാഞ്ഞങ്ങാടിനുമിടയിൽ ചിത്താരി റെയിൽവേ ട്രാക്കിലെ വൻ ദുരന്തം ഒഴിവാക്കിയത് ട്രാക്ക്മാന്റെ സമയോചിതമായ ഇടപെടൽ. കാലപ്പഴക്കത്താൽ അപകടാവസ്ഥയിലായ മഞ്ചേശ്വരം സബ് രജിസ്ട്രാർ ഓഫീസിന് പുതിയ കെട്ടിടം പണിയാൻ സംസ്ഥാന സർക്കാർ 78 ലക്ഷം അനുവദിച്ചു. ഫണ്ട് അനുവദിച്ചത് കാസർഗോഡ് വികസന പാക്കേജിൽ ഉൾപ്പെടുത്തി. കുമ്പടാജെ മുനിയൂരിലെ അംഗൻവാടി അധ്യാപിക ആയിഷയുടെ മരണത്തിലെ ദുരൂഹത നീക്കണമെന്ന് ആക്ഷൻ കമ്മിറ്റി. അന്വേഷണത്തിൽ പോലീസ് വീഴ്ച വരുത്തിയെന്ന് ആരോപണം. ശക്തമായ സമരങ്ങൾക്ക് തുടക്കമിടാനൊരുങ്ങി ആക്ഷൻ കമ്മിറ്റി. SDPI ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച പ്രതിഷേധ മാർച്ചിൽ മനുഷ്യാവകാശ പ്രവർത്തകൻ ഗ്രോവാസു. റിയാസ് മൗലവി വധം ആസൂത്രിതവും വേദനിപ്പിക്കുന്നതുമാണെന്ന് ഗ്രോവാസു. വിഷാദരോഗത്തിനെതിരെ ജാഗ്രത കൈക്കൊള്ളാൻ ആഹ്വാനം ചെയ്ത് ലോകാരോഗ്യ ദിനം ആചരിച്ചു. വിഷാദരോഗം ലോകത്തെ 2ാമത്തെ ഗുരുതരമായ ആരോഗ്യ പ്രശ്നമായി മാറുമെന്നും സൂചന. ലോകത്തിനു മുന്നിൽ കബഡിയുടെ ഇന്ത്യൻ സൗന്ദര്യം പ്രകടമാക്കി തുളുനാട്ടിന്റെ കബഡി ഉത്സവത്തിന് കൊടിയിറങ്ങി. കലാശ പോരാട്ടത്തിൽ ONGC ഹരിയാന ജേതാക്കളായി.
ഇന്ത്യൻ നേവി പൊരുതി തോറ്റു. കാണികളിൽ ആവേശം അണപൊട്ടിയൊഴുകി. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.